കുരുമുളക് ഇട്ടിട്ടില്ലെങ്കിലും ഒന്നുമില്ല. എരി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدنا علما نافعا. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെ പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്ത് ആൽ ഇമ്രാൻ 120 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ അത് നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അഹ്ലുൽ ഖുർആനായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ എന്ന് പറഞ്ഞ ആ ഒരു പ്രത്യേക കാരിൽ ഉൾപ്പെടാൻ റഹ്മാന റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ. ആമീൻ. നമ്മള് സൂറത്ത് ആൽ ഇമ്രാനെ കഴിഞ്ഞ ആഴ്ച 117, 18, 19, 20 ആയത്തുകളാണ്. 17, 18, 19, 20 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അഭിസംബോധന ചെയ്തിട്ട് പറയാണ് അല്ലെ, നിങ്ങള് പിന്നെ നിങ്ങളിൽ നിന്നല്ലാതെ, അതായത് മറ്റുള്ള അല്ലെ നമ്മളുടെ ശത്രുപക്ഷത്തിൽ നിന്നും വിത്താനത്തുകളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ള ഒരു അല്ലെ, അതായത് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്ന രീതിയിലുള്ള ഒരു ബന്ധം അങ്ങനെയുള്ള ആളുകളുമായിട്ട് സ്ഥാപിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. അവര് നമ്മളോട് അല്ലെ പിന്നെ ഉള്ളില് ഒന്ന് വെച്ചിട്ട് പുറമേ കാണിക്കുന്നതാണ്, അവരുടെ മനസ്സിൽ വെറുപ്പാണ് പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നിങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലെ, ഹൃദയത്തില് ഒന്നുമില്ല, അതായത് തുറന്ന മനസ്സാണ് അവർക്ക്, എല്ലാവർക്കും നല്ലത് വരണം പിന്നെ എന്നുള്ളൊരു ആഗ്രഹത്തോടെ മാത്രം പ്രവർത്തിക്കുന്നവരാണ് വിശ്വാസികൾ. എന്നാൽ പിന്നെ ഈ അവിശ്വാസികൾ, അതായത് ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചത് യഹൂദികളെ കുറിച്ചാണ്, ജൂതന്മാരെ കുറിച്ചാണ്, ജൂത നസാറാക്കളെ കുറിച്ചാണ്. അവിടെ അവര് അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഭാഗം ആളുകളോട് നിങ്ങൾ അവര് കൂട്ടുകൂടുന്നതിന് പ്രത്യേകമായിട്ട് പറഞ്ഞെങ്കിലും ഈ ഒരു വചനങ്ങള് എല്ലാ കാലത്തുള്ള എല്ലാവർക്കും ബാധകമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ള നിലക്കാണ് ഇതിന്റെ തഫ്സീറുകൾ നമുക്ക് പറയുന്നത്. പിന്നെ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ അല്ലെ, എങ്ങനെ പ്രവർത്തിച്ചാലും ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. പുറമേ എന്ത് നല്ല മുഖം കാണിച്ചാലും നല്ലത് പ്രവർത്തിച്ചാലും അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഉള്ളെത്രത്തോളം ശുദ്ധമാണോ അതിനനുസരിച്ചാണ് നമ്മളെ റബ്ബിന്റെ അടുത്ത് നമുക്കുള്ള പ്രതിഫലം ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് പുറമേ ഒന്ന് കാണിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് അത് ഇവിടെയുള്ള ആൾക്കാരെ പറ്റിക്കാന്നല്ലാതെ പടച്ചവന്റെ മുമ്പിൽ നമുക്ക് അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും അല്ലെ. പിന്നെ അല്ലാഹു തആല പറഞ്ഞത് എന്താ? ക്ഷമയോടെ അല്ലെ നിങ്ങൾ ക്ഷമ കാണിക്കണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ക്ഷമയുടെ എന്താ പറയാ വിശദമായ രൂപം ഇന്നലെയും ഇന്നുമായിട്ട് സുബ്ഹാനല്ലാഹ് കേട്ട് ഒരുപാട് കേട്ട ആയത്തുകളാണ് അല്ലെ. നമ്മുടെ ഗാസയിലെ ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ അടുത്തിരുന്ന കുട്ടി ഖുർആൻ വചനം പാരായണം ചെയ്ത സമയത്ത് ഒരുപാട് ചർച്ചയായിട്ടുണ്ടായിരുന്നില്ലേ സൂറത്തുൽ ബഖറയിൽ ഇന്ന് രാവിലെ നമ്മൾ ആഴ്ച ആ വചനങ്ങള് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ് എന്നുള്ള ശരിക്കും വബശ്ശിരി സ്വാബിരീൻ അല്ലെ. അപ്പൊ ഇവിടെയും നമുക്ക് അല്ലാഹു തആല മുൻനിർത്തിയിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ഇൻ തസ്ബിറു, ശരിക്കും ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങളെ സഹായം തേടും. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഗൈരി ഹിസാബ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇവിടെയും അല്ലാഹു തആല നമ്മളോട് എന്താ പറഞ്ഞ വെച്ചാല് നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കല്ലേ. ഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു ഉപദ്രവം വരുത്തൂല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ തഖ്വ പാലിക്ക്. സുബ്ഹാനല്ലാഹ്.
എന്താ പറയാ, ഓരോ ആയത്തുകളും അല്ലെ നമുക്ക് ഏറെ ചിന്തിക്കാനും സമാധാനിക്കാനും ആശ്വസിക്കാനുമുള്ള വചനങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ തന്നിട്ടുള്ളത് അല്ലെ. നിങ്ങളും എന്താ പറയാ, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളെ വലയം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഇനി നമുക്ക് എടുക്കാനുള്ള ആയത്ത്, ആ ആയത്ത് പിന്നെ പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതായത് പിന്നെ ഇനി പറയുന്ന വിഷയം എന്ന് പറയുന്നത് പിന്നെ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം പിന്നെ അതിനു മുമ്പായിട്ട് ആ ഒരു ചിത്രം നമ്മളെ മുമ്പിൽ ഉണ്ടാകണം. നമ്മൾ സീറ പഠിക്കുന്നവരായതുകൊണ്ട്, സീറ കേൾക്കുന്നവരായതുകൊണ്ടും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഈ സൂറത്തിന്റെ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അമാനി തഫ്സീറിൽ തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് ഇങ്ങനെ വായിച്ച് നിങ്ങളെ മുമ്പിൽ പറഞ്ഞു തരാം. പിന്നെ അപ്പം ഇവിടെ ഈ ഒരു 3 ആയത്തുകളുടെ സംഗ്രഹം എന്ന് പറയുമ്പോൾ പിന്നെ ഇസ്ലാമും മുസ്ലിങ്ങൾ ഒരു പിന്നെ അല്ലാഹു സുബ്ഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പല ഹദീസുകളിലായിട്ട് അല്ലെ, നിങ്ങൾ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം, നിങ്ങൾ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും ഉണ്ടാകുക അല്ലെ, നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും നമുക്ക് നന്മ മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ അതില് നല്ല ആൾക്കാരുമായിട്ട് സഹവസിക്കേണ്ട പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ചീത്ത ആളുകളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം എന്നുള്ള ഒരു ഗുണപാഠം നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. പിന്നെ മുസ്ലിമീങ്ങൾ അല്ലെ, ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്നത് ശരിക്കും ഒരു കെട്ടിടം പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കെട്ടിടം, അതിന്റെ അല്ലെ ഒരു കല്ല് ഇളകി കഴിഞ്ഞാൽ അതിന് ഒരു കോട്ടം സംഭവിക്കും. അപ്പൊ അത് ഇളകാതെ അല്ലെ ഒരു പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലെ, അതല്ലെങ്കിൽ ഒരു ശരീരം പോലെ അല്ലെ, മുസ്ലിങ്ങളെ അള്ളാന്റെ റസൂൽ ഉപമിച്ചത് അങ്ങനെയൊക്കെയാണ്. അതായത് ഒരു പനി ബാധിച്ചാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ബാധിക്കുമ്പോൾ ശരീരം മുഴുവനും പനിച്ചും അല്ലെ ഉറക്കമിളച്ചും അതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്ന ആ ഒരു ഇത്, അതുപോലെയാകണം മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും ഇല്ല. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം ശത്രുക്കളെ പോലെ ആവാൻ പാടില്ല. മുസ്ലിങ്ങൾ എപ്പോഴും ആ ഒരു സ്നേഹത്തോടെ എന്താ പറയാ ആ ഒരു സൗഹാർദ്ദം. പക്ഷെ എന്താ പറയാ, പലപ്പോഴും അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് ദുനിയാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരിക്കലും നമുക്ക് ഷിർക്ക്, കുഫ്ർ, ഖുറാഫാത്ത് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനൊക്കെ എതിരെ സംസാരിക്കുക തന്നെ വേണം. അപ്പോൾ ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളും ഭിന്നതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, എല്ലാം കണ്ടില്ല എന്ന് അടിച്ചിട്ട് എല്ലാരും കൂട്ടിച്ചേർത്ത് പിടിക്കാനൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. പക്ഷെ നമ്മൾ തൗഹീദുള്ളവരാകാ, യഥാർത്ഥ വിശ്വാസികളാകാ. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുസ്ലിം ആകണം അല്ലെ. ഇന്ന ദീന ഇൻദ അല്ലാഹിൽ ഇസ്ലാം, എന്താണ് ദഖുലു ഫിസ്സിൽമി കാഫ. അപ്പം ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുന്ന ഒരു മുസ്ലിമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം നല്ല സ്നേഹത്തോടെ, ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ ഒരു വൻ ശക്തിയായിട്ട് ഈ ദുനിയാവില് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം നമ്മള് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ശരീരത്തിന് രോഗം വരുമ്പോ നമ്മളെ ചികിത്സിക്കും അല്ലെ. ശരീരത്തിന് രോഗം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനുള്ള ഡോക്ടറെ കണ്ട് മരുന്ന് അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ നമ്മള് മനസ്സിന് രോഗം ബാധിച്ചാല്, മനസ്സിന് രോഗം എന്ന് പറഞ്ഞാൽ മാനസിക രോഗമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ വേണ്ടത്? ദുആ കൊണ്ട് ധാരാളമായി ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് നമ്മൾ എന്താക്കണം? നമ്മളെ നഫ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറയും. ഹൈറായ നല്ല നിയത്ത് എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നല്ല നിയത്തോടു കൂടി ഏതൊരു കർമ്മവും നല്ല നിയത്തോടെ ഇഖ്ലാസോടെ നമ്മളത് ചെയ്യുമ്പോൾ, റബ്ബിന് വേണ്ടി മാത്രം എന്നുള്ള ഒരു നിയത്ത് നമ്മൾക്ക് വരുമ്പോൾ അവിടെ എല്ലാം അൽഹംദുലില്ലാ നമുക്ക് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.
പിന്നെ അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പം ശരിക്കും ഉഹദ് യുദ്ധം എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തില് മുസ്ലിങ്ങൾക്കുള്ള ഒരു പരാജയമായിരുന്നു അല്ലെ. ഉഹദ് യുദ്ധം പരാജയപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. പക്ഷേ ഇതിൽ പറയുന്ന എന്താ അറിയോ, ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിനുള്ള ഒരു ആശ്വാസമാണ് പിന്നെ അതിനെ തുടർന്നുണ്ടായ ഓരോ വിജയങ്ങളും. ഈ ഒരു ഉഹദ് എന്നുള്ളത് ഒരു പരാജയമായിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന, അത് മുസ്ലിങ്ങളെ കാത്തിരുന്ന ഒരുപാട് വിജയങ്ങൾക്ക് മുമ്പുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് വിജയങ്ങൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നേടാനുള്ള അതിനു മുന്നോടിയായിട്ടുള്ള ഒരു പരീക്ഷണം. അതായത് ഉഹദില് ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലെ, ബദറിലും ഒരുപാട് പാഠങ്ങളുണ്ട്, ഉഹദിലും നമുക്ക് എല്ലാത്തിലും ഒരുപാട് പാഠങ്ങൾ ചിന്തിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മള് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് അല്ലെ, പരീക്ഷിച്ച് സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എത്രമാത്രം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? സുബ്ഹാനല്ലാഹ്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ അല്ലെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് സുബ്ഹാനല്ലാഹ്, പരീക്ഷണത്തിന്റെ വിജയം അള്ളാഹു ഇമാമാക്കിയിലും ജനങ്ങൾക്കുള്ള ഒരു ഇമാമാക്കി. ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാം എന്തോ ഒരു ഹൈർ വെച്ചിട്ടുണ്ട് അല്ലെ, എന്തോ ഒരു ഹൈർ അതിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു പക്ഷെ ഇവിടെ നിന്നായിരിക്കൂല അല്ലെ, ഒരു പക്ഷെ നാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അള്ളാഹുവിന്റെ മാത്രം അധികാരമുള്ള മാലിക് യൗമിദ്ദീനായ അല്ലെ അള്ളാഹുവിന്റെ ആ ഉടമസ്ഥതയിലുള്ള ആ സന്ദർഭത്തിലായിരിക്കാം നമുക്കതിനുള്ള പ്രതിഫലം റബ്ബ് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, അത് എത്ര സുന്ദരമായിരിക്കും. അള്ളാഹു നമുക്ക് അവിടെ വെച്ച് റബ്ബിന്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലം നേടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പിന്നെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരുപാട് സ്ഥിതിഗതികൾ നമുക്ക് വിവരിച്ചു തന്നിട്ട് അവരുമായി മനസ്സിണങ്ങിയ ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തുന്നതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് താക്കീതും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ ക്ഷമയും തഖ്വയും കൈക്കൊള്ളണമെന്നുള്ള ഉണർത്തലും അല്ലാഹു തആല തന്നു അല്ലെ. പിന്നെ അപ്പം അനന്തരം അതെല്ലാം അനുഭവത്തിൽ കണ്ടറിയുവാൻ മുസ്ലിങ്ങൾക്ക് ഇടവന്നതും ഭാവിയിലേക്ക് പല പാഠങ്ങൾ ലഭിച്ചതുമായ ഒരു സംഭവത്തെ, അതായത് ഉഹദ് യുദ്ധത്തെ പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നത്. അപ്പം അതിന് ഒരു സംക്ഷിപ്ത വിവരണം ഇവിടെ പറയാണ്. ഞാൻ അമാനി തഫ്സീർ വായിക്കുന്നതാണ്, ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് വായിച്ചു പറഞ്ഞുതരാം. ഹിജ്റ 2-ാം കൊല്ലത്തിൽ നടന്ന സുപ്രസിദ്ധമായ ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ സൈന്യം എണ്ണം കൊണ്ടും ആയുധ സജ്ജീകരണങ്ങളും മുസ്ലിങ്ങളെക്കാൾ എത്രയോ വമ്പിച്ചതായിരുന്നു. അതായത് നമുക്കറിയാലേ, ബദർ യുദ്ധത്തില് മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ അല്ലെ, 313 ആളുകൾ. പക്ഷെ ശത്രുപക്ഷത്തോ 1000-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇത്രയും കുറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടും ശത്രുക്കൾ എന്താണ് പരാജയപ്പെട്ടതാണ് ചെയ്തത് അല്ലെ. അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെടുകയും ബന്ധനസ്ഥരാകുകയും ചെയ്തു. അപ്പം ഇതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് 3000-ഓളം വരുന്ന ഒരു വലിയ വമ്പിച്ച സേന അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീനയുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി. ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം ആദ്യത്തിലായിരുന്നു അത്. വിവരം അറിഞ്ഞപ്പോൾ മദീനയുടെ ഉള്ളിൽ വെച്ച് തന്നെ അവരുമായി നേരിടുകയാണോ വേണ്ടത്, അതല്ല വെളിയിൽ വെച്ച് നേരിടുകയാണോ വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ആലോചന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പരിചയസമ്പന്നരായ സഹാബികളുടെയും അഭിപ്രായം, അവർ മദീനയിൽ കടന്നു വന്നാൽ അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നതാണ് നല്ലതെന്നും പുറത്തു ചെന്ന് യുദ്ധം ചെയ്യേണ്ടതില്ല എന്നുമായിരുന്നു. കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യും അതിനോട് യോജിച്ചു. എന്നാൽ ചെറുപ്പക്കാരുടെ, വിശേഷിച്ചും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്തതിൽ ഖേദക്കാരായിരുന്നവരുടെ അഭിപ്രായം മറിച്ചായിരുന്നു. അതായത് തിരുമേനിയുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു ഇക്കൂട്ടത്തിലായിരുന്നു. എണ്ണത്തിലും മെയ്ക്കരുത്തിലും കവിഞ്ഞു നിന്നിരുന്ന ഇവരുടെ ശക്തിയായ
ശക്തിയായ ആവശ്യ നിമിത്തം ഒടുവിൽ ഇവരുടെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. അതായത് പുറത്ത് മദീനയിൽ നിന്ന് മദീനക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള അഭിപ്രായത്തോട് പിന്നെ സ്വീകരിച്ചു. ഷവ്വാൽ 10 വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ ക്ഷമ, ധൈര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും നല്ല ഉപദേശങ്ങളൊക്കെ നൽകി. അങ്ങനെ പടയങ്കിയൊക്കെ അണിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ അപ്പൊ ഇത് കണ്ടപ്പോൾ വെളിയിൽ നിന്ന് ശത്രുക്കളെ നേരിടാമെന്ന് ശഠിച്ചു നിന്നവരിൽ ചിലർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിൽ ഖേദം തോന്നുകയും തിരുമേനിയുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. ആയുധം ധരിച്ച് പുറപ്പെട്ട ഒരു പ്രവാചകനും അള്ളാഹു അവന്റെ തീരുമാനം നടപ്പാക്കുന്നതുവരെ മടങ്ങാൻ പാടില്ല എന്നതായിരുന്നു തിരുമേനിയുടെ മറുപടി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുറച്ച് ആളുകൾക്കും മദീനയിൽ വെച്ച് യുദ്ധം ചെയ്യണമെന്നായിരുന്നല്ലോ ആഗ്രഹം. അപ്പം റസൂലുള്ളാന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് കുറച്ച് ആൾക്കാരുടെ അഭിപ്രായത്തോട് യോജിച്ചിട്ടാണല്ലോ പുറത്തുനിന്ന് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ ഇങ്ങനെ ആദ്യം ഒന്നിച്ച് തീരുമാനം എടുത്ത ആളുകൾക്ക് ഒരു ചെറിയ വിഷമം തോന്നി. റസൂലുള്ളാനോട് ഇവിടുന്ന് തന്നെ നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, എന്താണ്, ആയുധം ധരിച്ച് പുറപ്പെട്ട ഒരു പ്രവാചകനും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനം നടപ്പാക്കുന്നത് വരെ മടങ്ങുവാൻ പാടില്ല. അപ്പൊ അങ്ങനെ 1000 സഹാബികളുമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത്. അങ്ങനെ ഷൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോ അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹവും അയാളെ കൂടെയുള്ള 300ഓളം ആളുകളും പിന്നോട്ട് മടങ്ങി. അതായത് ആദ്യം പിന്നെ കൂടെ കൂടി എന്നിട്ട് പകുതിക്കുന്ന് പിന്നെ പിന്മാറി. ശരിക്കും പറഞ്ഞാല് ഇതെല്ലാം ഈ മുനാഫിഖീങ്ങളുടെ ഒരു തരത്തിലുള്ള തന്ത്രങ്ങളാണ്. അവര് പറഞ്ഞ ഇതെന്താന്ന് വെച്ചാല് പിന്നെ നമ്മുടെ വാക്ക് കേൾക്കാതെ ചെറുപ്പക്കാരുടെ അഭിപ്രായം സ്വീകരിച്ചത് കൊണ്ട് പിന്നെ ആണ് നമ്മള് പിന്നെ മടങ്ങിയത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെ 1000-300 ആള് പോയപ്പോ പിന്നെ 700 ആയി അല്ലെ. ബാക്കി 700 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ മുന്നോട്ട് പോയി. ഇത്രയും ആളുകളുടെ മടക്കം പലരുടെയും മനസ്സിൽ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും ഒരു മനസ്സിലൊരു ധൈര്യം ഇത് വരും അല്ലെ. അല്ലാ 300ഓളം ആൾക്കാരെ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ നമ്മളില് അല്ലെ 1/3 ഭാഗം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ നമ്മളെ സംഘത്തില് ബലം കുറഞ്ഞില്ലേ എന്നുള്ള ഒരു ഇതുണ്ടായി അല്ലെ. പിന്നെ അങ്ങനെ മദീനയിൽ നിന്ന് ഏതാണ്ട് 4 നാഴിക ദൂരെ ഉഹുദിലെത്തിയപ്പോൾ പിൻഭാഗത്ത് ഉഹുദ് മലയും മുൻഭാഗത്ത് ശത്രു സൈന്യവുമായി കൊണ്ട് അതിന്റെ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബകളും ഇറങ്ങി. ഉഹുദ് മല പിറകില്, മുൻപില് ശത്രുക്കള്. മദീനയിൽ പോയ ആളുകൾക്ക് ഉഹുദ് മലയും അതിന്റെ ആ പരിസരങ്ങളൊക്കെ മനസ്സിൽ ഒന്നിങ്ങനെ കണ്ടാല് ഈ ഒരു ചിത്രം നമുക്ക് നേർക്കാഴ്ചയായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ പിൻഭാഗത്ത് നിന്ന്, അതായത് മലയിലൂടെ ശത്രുക്കൾ വന്ന് ഓർക്കാപ്പുറത്ത് ആക്രമിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മർമ്മസ്ഥാനത്ത് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 50 അമ്പെയ്ത്തുകാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി ആ മലയുടെ മുകളില്. അതായത് പിൻഭാഗത്ത് കൂടി മലയിലൂടെ ശത്രുക്കൾ വന്നിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ടായത് കൊണ്ട് അവിടെ 50 അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. അവരോട് നിർദ്ദേശം കൊടുത്തു, എന്താണ്, ആ വഴിക്ക് ശത്രുക്കളെ വരാൻ ഒരിക്കലും അനുവദിക്കരുത്. എന്ത് തന്നെ സംഭവിച്ചാലും സമ്മതം കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അങ്ങനെ സൈന്യ വിഭാഗങ്ങൾക്ക് സ്ഥലനിർണയം ചെയ്ത ശേഷം യുദ്ധം തുടങ്ങി. അങ്ങനെ പിന്നെ തുടക്കത്തില് മുസ്ലിങ്ങൾക്ക് വിജയം തന്നെയാണ് ഈ യുദ്ധത്തിൽ കണ്ടു തുടങ്ങിയത്, ശത്രുക്കൾക്ക് പരാജയവും. അങ്ങനെ ശത്രുക്കൾ യുദ്ധക്കളം വിട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ ശത്രുക്കള് പിന്നെ യുദ്ധക്കളം വിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവർ ഉപേക്ഷിച്ച് പോകുന്ന സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ആ തക്ക ഉപയോഗപ്പെടുത്തി. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവര് അല്ലെ, മനുഷ്യനാണല്ലോ. അപ്പം ശത്രുക്കൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടുന്നതും മുസ്ലിങ്ങൾ ഗനീമത്ത് വസ്തുക്കൾ ശേഖരിക്കുന്നതും മലയിലുള്ള അമ്പെയ്ത്തുകാർ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിച്ച് യുദ്ധം അവസാനിച്ച്. അപ്പം ഇവർക്കും ഈ ഗനീമത്ത് അല്ലെ യുദ്ധ അനന്തരമായിട്ട് വരുന്ന സ്വത്തുകളാണല്ലോ, അവർക്കും ഇതില് പങ്കുകൊള്ളാന്നുള്ള ഉദ്ദേശത്തില് പിന്നെ അവരെന്താക്കി, അവിടെ നിന്ന് ഇറങ്ങി.
സത്യത്തിൽ അവര് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയെ മറന്നുപോയി, വിസ്മരിച്ചു കളഞ്ഞു. പിന്നെ കുറച്ച് ആൾക്കാർ, അതായത് ഈ നേതാവായിട്ടുണ്ടായിരുന്ന ജുബൈ ഇബ്നു ജുബൈറും റളിയല്ലാഹു അൻഹും ചിലരും മാത്രം അവിടെ നിന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ശത്രുപക്ഷത്ത് നേതാവായിരുന്ന ഖാലിദ് ബിൻ വലീദ്, സുബ്ഹാനല്ലാഹ്, ഖാലിദ് ബിൻ വലീദ് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്തായിരുന്നെങ്കിൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാലം യുദ്ധം ചെയ്ത് പോരാടിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു, സുബ്ഹാനല്ലാഹ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം ശത്രുപക്ഷത്തായിരുന്നു. ഈ തക്കം മനസ്സിലാക്കി അദ്ദേഹം എന്താക്കി, ഈ ഒരു ഇതിനെ ഉപയോഗപ്പെടുത്തി. എന്താക്കി, ഒരു കുതിര വ്യൂഹവുമായിട്ട് മലയുടെ പിന്നിൽ കൂടി വന്നിട്ട് മുസ്ലിങ്ങളെ പിന്നിലൂടെ ഒരു ആക്രമണം നടത്തി. പുതുതായിട്ട് ആദ്യം മുസ്ലിങ്ങൾക്ക് എന്താണ് അവിടെ വിജയമാണ് ഉണ്ടായത് അല്ലെ, ശത്രുക്കൾ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ മലമുകളിൽ നിന്ന് നിർത്തിയവർ താഴെ വരാൻ പാടില്ല എന്ന് റസൂലുള്ളാന്റെ ഒരു പ്രത്യേക കൽപ്പന ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ, മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്. താഴെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോ അവരും കുറച്ചാൾക്കാർ താഴെ ഇറങ്ങി. ഇപ്പൊ കുറച്ചാൾക്കാർ മാത്രം അവിടെ ബാക്കിയായില്ലേ, അവിടെ അവർക്ക് അതിനെ ഇതാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പിന്നിൽ നിന്ന് ആക്രമണം ഉണ്ടായത്. അങ്ങനെ വന്നപ്പോ പിന്നെ മൊത്തത്തിൽ എന്തായി, ഒരു വല്ലാത്തൊരു പരിഭ്രമം അല്ലെ. അപ്പം അവിടെ ശരിക്കും അണിയായിട്ട് ഒരു സൊഫായിട്ട് ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്തായി പോയി, ചിതറി പല ഭാഗത്തേക്കായി പോയി. കുറച്ചാളുകൾ മാത്രം യുദ്ധക്കളത്തിൽ എന്താ പതറാതെ ഉറച്ചു നിന്നു അല്ലെ. ശരിക്കും ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് ആകെ ഒരു 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 പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്ത പ്രചരിച്ചു. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുള്ളൊരു കിംവദന്തി. ഇത് കേട്ട അവസരത്തില് പിന്നെ സഹാബികളുടെ അവസ്ഥ ആലോചിക്കാനില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലോ ഒന്നുമില്ല, അവിടെ നിന്ന് മാറിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധീരതയോടെ അവിടെ നിലകൊള്ളുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരു കോട്ട പോലെ ധീരരായ 10-12 സഹാബാക്കള് ശത്രുക്കളുടെ ആയുധങ്ങളും അമ്പും സ്വയം ശരീരത്തിലേക്കും ഇതും ഏറ്റിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ജീവൻ പിന്നെ ത്യജിച്ചു ഇതാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് വേണ്ടിയിട്ട് അവര് സ്വന്തം ശരീരങ്ങളെ പരിചകളെ പോലെ ആക്കിയിട്ട് ഓരോരുത്തർക്ക് 60ഉം 70ഉം ഒക്കെ മുറിവുകൾ ഉണ്ടായി എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് സഹാബാക്കൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോ അവർക്ക് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയിൽ ഒരിടത്ത് കയറിയിട്ട് എല്ലാവരോടും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട്, അപ്പം എല്ലാരും വീണ്ടും പിന്നെ ധൈര്യത്തോടെ സഹാബികൾ ചുറ്റും ഓടിക്കൂടി ശത്രുക്കളെ തുരത്താൻ തുടങ്ങി. പക്ഷെ ഈ പറഞ്ഞ ശത്രുക്കൾക്ക് വിജയം കിട്ടിയപ്പോ അവരെന്താ ചെയ്തെന്ന് വെച്ചാല് നമ്മൾ ജയിച്ചു എന്നുള്ള വിജയപേരി മുഴക്കിയിട്ട് അവരാണ് സ്ഥലം വിടുക ചെയ്തത്. സത്യത്തില് ഈ ഒരു സംഭവം പിന്നെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വെമ്പിച്ച ഒരു അനുഗ്രഹമായിരുന്നു എന്നാ പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു ചിത്രം നമ്മളെ മുമ്പിൽ ഉണ്ടാകണം. എന്നിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ ഇനി വരുന്ന ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ഇതില് ഒരുപാട് പാഠങ്ങളുണ്ട് ഇല്ലെ. ഒന്ന് അനുസരണം. എന്ത് വന്നാലും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ ഓർക്കണമായിരുന്നു അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായ കർശനമായ ഒരു ഇത് പാലിക്കണം. ശരിക്കും നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യം ഓർക്കുന്നുണ്ടോ? നമുക്ക് ആദം അലൈഹി ഇസ്ലാമിലേക്ക് പോകുമ്പോ അല്ലെ, സുബ്ഹാനല്ലാഹ്, അവിടെ ഇങ്ങനെയല്ലേ ഒരു 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 അനുസരണക്കേട് അല്ലെ, സുബ്ഹാനല്ലാഹ്. അത് മറപ്പിച്ച് കളയുന്നതാണ്, അതും സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിൽ നമുക്ക് പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അനുസരിക്കുക എന്നുള്ളത് നമ്മളെ മേലെന്താണ് നിർബന്ധമായ അത് നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും തീർച്ചയായിട്ടും. അതിൽ നമ്മൾ വീഴ്ച വരുത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പിന്നിലൂടെയും അല്ലെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്.
ഇപ്പൊ നമുക്ക് ആയത്തിലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم. إذ همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. وإذ غدوت من أهلك وإذ غدوت ഗദ എന്ന് പറഞ്ഞാല് രാവിലെ പോകാന്നുള്ളതാണ്. ഈ രാവിലെ തന്നെ ആ ഒരു പോയ സന്ദർഭം എന്താണ്? മിൻ അഹ്ലിക, നിന്റെ വീട്ടുകാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്. തുബവി ഉൽ മുഅ്മിനീൻ, തുബവി എന്ന് പറഞ്ഞാല് തുബവി ശരിയാക്കിക്കൊണ്ട്, സൗകര്യപ്പെടുത്തിക്കൊണ്ട്, അൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക്, മഖാഇദ ലിൽ ഖിതാൽ യുദ്ധത്തിനുള്ള ഇരിപ്പിടങ്ങള്, താവളങ്ങള് സത്യവിശ്വാസികൾക്ക് നീ സൗകര്യപ്പെടുത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് നീ രാവിലെ പോയ ആ സന്ദർഭം ഓർക്കുക. സന്ദർഭം എന്താണ്? വല്ലാഹു സമീഉൻ അലീം. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്, ഒന്ന് എടുക്കട്ടെ. ഹലോ, സോറി, ഒരു കോള് വരുന്നുണ്ടായിരുന്നു. അപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇത് ഗദൗത മിൻ അഹ്ലിക, നിന്റെ വീട്ടുകാർ, കുടുംബത്തിൽ നിന്ന് നീ രാവിലെ തന്നെ ആ ഒരു നമ്മളിപ്പം ഈ ഒരു ഇതിൽ കേട്ടില്ലേ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ പുറപ്പെട്ട് പടയങ്കികളും ഒക്കെ അല്ലെ, യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹവുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഇറങ്ങി പുറപ്പെട്ട ആ ഒരു ചിത്രം നമ്മളെ മുമ്പിൽ കാണണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നമുക്ക് ഒരുപാട് മാതൃക ഉണ്ട് അല്ലെ. അള്ളാഹിന്റെ റസൂൽ ഒരിക്കലും നേതാവായിട്ട് മാറി നിന്നിട്ടില്ല. എല്ലാത്തിലും എന്താ പറയാ, ഇവരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുക ചെയ്തത്. എന്തിനും ഏതിനും അല്ലെ, എന്തിനും ഏതിനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാലേ അഹ്സാബ് യുദ്ധം, അതായത് ഹന്തക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ആ ഒരു അവരെല്ലാവരും അനുഭവിച്ച പ്രയാസങ്ങൾ, നമ്മൾ ആ ചിത്രം നമ്മളെ കണ്ണുകളിലൂടെ, നമുക്ക് ഈ ചരിത്രങ്ങൾ പറയുമ്പോൾ ഈ കാഴ്ചകൾ നമ്മളെ കണ്ണിലൂടെ ഇങ്ങനെ ഓടി മറയണം, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഈ ചിത്രങ്ങൾ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, ആ കടങ്ങ് കയറുന്ന ആ കുഴിയെടുക്കുന്ന സന്ദർഭത്തിൽ വിശപ്പ് കൊണ്ട് എല്ലാരും വയറ്റത്ത് ഓരോ കല്ല് വെച്ച് കെട്ടി ആണ് അവര് പണിയെടുക്കുന്നുണ്ടായ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് അപ്പൊ ഒരു സഹാബിക്ക് വയറ് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നല്ലേ, ഞാൻ 2 കല്ല് വെച്ച് കെട്ടീന്. അത്രയും വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് അവര് പണിയെടുത്ത ആ ഒരു കഷ്ടപ്പാട് അല്ലെ, മദീനയില് അവരനുഭവിച്ച പ്രയാസങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഏത് സന്ദർഭത്തിലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ ആയിരുന്നു. അല്ലാതെ ഒരു നേതാവായിട്ട് മാറി നിന്നിട്ട് അണികളെ കൽപ്പിക്കുന്ന ആ ഒരു പ്രകൃതമായിരുന്നില്ല ഒരിക്കലും. എന്തൊരു കാര്യം എടുത്താലും നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനിറ്റ്. എല്ലാത്തിലും മാതൃകയായിരുന്നു അല്ലെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ഓരോ അല്ലെ, നമ്മള്
അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ മേഖലകളിലും ആ ഒരു സുന്നത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫുഡ് സ്റ്റെപ്സ് അല്ലെ, ആ ഒരു മാതൃക ഇത്തിബാ പിന്തുടരുക എന്നുള്ളത് നമ്മളെ സ്വഭാവത്തിലും നമ്മളെ പെരുമാറ്റത്തിലും നമ്മളെ കർമ്മങ്ങളിലും എല്ലാമാണ്. വെറും എന്താ പറയാ, ഇബാദത്തുകളിൽ മാത്രമല്ല അല്ലെ. ഇബാദത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ഇബാദത്ത് തന്നെ ആണ്. എന്നാലും ചിലരൊക്കെ ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയായിരിക്കും അല്ലെ. ഇപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് കേട്ടില്ലേ, നിസ്കരിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ ക്ഷമ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കഴിയാത്തൊരു കാര്യമാണ് അല്ലെ. എത്ര വേണമെങ്കിലും നിസ്കരിക്കുന്നതിന് ഒരു മടിയില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. നിസ്കരിക്കാനല്ലേ 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ടാവും, എല്ലാ സുന്നത്തുകളും നിസ്കരിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ക്ഷമ എന്ന് പറയുന്നത് ചിലപ്പോ അടുത്തോടി പോലും പോയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം അല്ലെ. നമ്മളെ തന്നെ നമുക്ക് പറയാം, മറ്റുള്ളവരെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്കിപ്പോ നിസ്കരിക്കുന്നതിന് നമുക്ക് ഒരു മടിയുമില്ല. എത്ര വേണമെങ്കിലും അല്ലെ, സുന്നത്തായിട്ടും ഫർളായിട്ടും എല്ലാം നമുക്ക് നിസ്കരിക്കുന്നതിനൊന്നും പക്ഷെ അതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ, അതിലെല്ലാം നമ്മൾ ഈ കറക്റ്റ് നമ്മളെ സംസാരം അല്ലെ, മറ്റുള്ളവരോടുള്ള നമ്മളെ പെരുമാറ്റം, ഇടപെടലുകൾ അല്ലെ, ഇടപാടുകൾ, ഇതിലെല്ലാം നമ്മൾ ആ ഒരു കർശനം, ആ ഒരു സുന്നത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കാഴ്ചകൾ, നമ്മളെ കേൾവികൾ എല്ലാം അല്ലെ, എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഓർക്കണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന് പുറപ്പെട്ടു പോയ ആ ഒരു സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹ്ക്ക് എല്ലാം അറിയാം. എന്നിട്ട് എന്താ പറയുന്ന അറിയോ? ഇത് ഹമ്മത്ത് ത്വാഇഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയുഹുമാ. ഇത് ഹമ്മ ഉദ്ദേശിച്ച സമയത്ത്, ശ്രമിച്ച സമയത്ത്, ത്വാഇഫതാനി നിങ്ങളിൽ നിന്ന്, ത്വാഇഫതാനി മിൻകും നിങ്ങളിൽ നിന്ന് 2 വിഭാഗങ്ങൾ, അൻ തഫ്ശല വീരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അള്ളാഹു തആല പറയുന്നത് വല്ലാഹു വലിയുഹുമാ, അള്ളാഹു ആകട്ടെ വലിയുഹുമ അവ രണ്ടിന്റെയും കാര്യകർത്താവാണ് അല്ലെ. അള്ളാഹു ആണ് അതിന്റെ എല്ലാത്തിന്റെയും വലിയായിട്ടുള്ളത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് തന്നെ വഅലല്ലാഹി അല്ലെ, അള്ളാഹുവിന്റെ മേൽ തന്നെ, അള്ളാന്റെ മേൽ നിങ്ങൾ എന്താക്കുക, ഫല്യതവക്കൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ. ആര് എങ്ങനെ നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയാലും നിങ്ങൾ പേടിക്കണ്ടെന്ന് അല്ലാഹു തആല പറയുന്നത്. അതായത് അവിടെ മദീനയിൽ അന്ന് ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ഹൗസ്, ഹസ്റജ് അങ്ങനെയുള്ള. അപ്പം പിന്നെ ഈ 2 വിഭാഗം എന്ന് പറയുന്നത് പിന്നെ ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട ബനൂ സലമ ശാഖയും ഹൗസ് ഗോത്രത്തിൽപ്പെട്ട ബനൂ ഹാരിസ ശാഖയുമാണ്. ഇപ്പം പിന്നെ കണ്ണൂർ മണ്ഡലത്തില് വളപട്ടണം ശാഖ, മറ്റേ പാപ്പിനിശ്ശേരി, പിന്നെ ചാലാട് എന്നെല്ലാം പറയുന്ന പോലെ പിന്നെ ഇവിടെ പിന്നെ ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട 2 ശാഖകൾ. അവര് പിന്നെ മുസ്ലിം സൈന്യത്തിന്റെ ഇരുവശത്തും 2 പാർശ്വസേനകളായിട്ട് നിർത്തപ്പെട്ടിരുന്നത് അവരായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് മൊത്തത്തില് സ്ഥിതികളുടെ ഗൗരവം അവർക്ക് കണ്ടറിഞ്ഞപ്പോ അവരുടെ ആ ഒരു ധൈര്യം കുറഞ്ഞു പോയിട്ട് പിന്നെ എന്താ പറയാ, ആ ഒരു വിഷയത്തിൽ അവർക്ക് വീഴ്ച വന്നതാന്ന് പറയുന്നത്. അതായത് അവര് ഒരിക്കലും പിന്നെ കൽപ്പിച്ചു കൂട്ടിയിട്ട് അനുസരണക്കേട് കാണിച്ചതല്ല, അവരടുത്ത് നിന്നുണ്ടായ ഒരു പിന്നെ മനഃപൂർവമായ ഒരു പ്രവർത്തനമായിരുന്നില്ല അത് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ വല്ലാഹു വലിയുഹുമ, അള്ളാഹു എന്താണ്, അത് എല്ലാത്തിന്റെയും കൈകാര്യകർത്താവ് അള്ളാഹുവാണ്. അപ്പം ആദ്യം അവർക്കൊരു ഭീരുത്വം തോന്നാനുള്ള കാരണം എന്താന്ന് നമുക്കറിയാം അല്ലെ. അതായത് പിന്നെ ഒരുപാട് ആളുകൾ ഒന്നിച്ചുണ്ടായിട്ട് കുറച്ച് ആൾക്കാർ അതിൽ നിന്ന് പോയി, ഇപ്പൊ നമ്മളെ എണ്ണത്തിൽ കുറഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിൽ അതുണ്ട്. പിന്നെ ഈ രൂപത്തില് പിന്നെ വിജയം കണ്ട് പിന്നെ പിന്നിൽ നിന്നുള്ള ഒരു കടന്നാക്രമണം വന്ന സമയത്ത് ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ ഒരു ഇത് സംഭവിച്ചു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ
നമ്മൾ ആദ്യം പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സമീഉൻ അലീം അല്ലെ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇപ്പൊ എന്താ അള്ളാഹു തആല നമ്മളോട് പറയുന്നത്? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സുബ്ഹാനല്ലാഹ്. എന്താ പറയുന്നത്? സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഓരോ സന്ദർഭത്തിനും യോജിച്ച വാക്യങ്ങൾ അല്ലെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു സവിശേഷതയാണിത്. നമ്മൾ എങ്ങനെ ആര് ഏത് രൂപത്തില് എന്ത് തരത്തിലും നമ്മളെ അടുത്തേക്ക് വന്നാലും അല്ലെ, ആക്രമിക്കാൻ വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് നമ്മളെ സഹായിക്കാൻ, നമ്മളെ കാര്യങ്ങള് നോക്കാൻ, നമുക്ക് വേണ്ട എല്ലാ ഇതും ചെയ്തു തരാം. അതുകൊണ്ട് നമ്മൾ പരമേൽപ്പിക്കുന്നത് ആരുടെ മേലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേല് അല്ലെ. അതായത് തവക്കുൽ എന്ന് പറയുന്നത് അത് നമ്മളിൽ പരിപൂർണമായ രീതിയിലാകണം. അത് അതിലൊരു പതർച്ച നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളില് ഒരു പോരായ്മ അല്ലെ ഈ ഒരു വിഷയത്തില് നമ്മളിൽ വരാൻ പാടില്ല. അപ്പം നേരത്തെ നമ്മൾ ക്ഷമയുടെ കാര്യം പറഞ്ഞു, തഖ്വയുടെ കാര്യം പറഞ്ഞു അല്ലെ, അനുസരണത്തിന്റെ വിഷയം വന്നു, ധൈര്യത്തിന്റെ. ഇവിടെ എല്ലാം നമ്മളെന്താണ് നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കണം. അതായത് നമുക്ക് അത്രക്കേ പറ്റൂ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ നമുക്ക് പിന്നെ അള്ളാഹു സുബ്ഹാനഹു ഭാഗത്തുനിന്ന് സഹായം, വിജയം, രക്ഷ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യണം അല്ലെ. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട്? വിജയം ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഉദാഹരണമാണ് എന്ത്? ബദർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെ. അതിന്റെ ഒരു പിന്നെ തെളിവാണെന്ത്? ബദർ യുദ്ധം. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇവിടെ പിന്നെ ഈ ഉഹദില് ആളുകൾ കൂടുതലായിരുന്നു. പിന്നെ ആയുധബലവും കുറച്ച് നേരത്തെ ബദറിൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലല്ല വിജയം എന്നുള്ളത് നമ്മളുടെ വിശ്വാസം, നമ്മളുടെ മനസ്സിന്റെ ധൈര്യമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല വിജയം നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുള്ള തെളിവാണ് എന്ത്? ബദർ യുദ്ധം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്. എന്താ അല്ലാഹു തആല പറയുന്നത്? വലഖദ് നസറകുമുല്ലാഹു ബിബദർ. നിങ്ങൾ ദുർബലരായിരിക്കും. വലഖദ് നസറക്കും, നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. ബിബദർ, ബദറിൽ വെച്ച് അല്ലെ. വഅൻതും അദില്ലത്തുൻ, നിങ്ങളെന്താണ്? നിസ്സാരന്മാരായിരുന്നു അങ്ങേയറ്റത്തെ. പക്ഷെ നിങ്ങളെ അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്? ബദറില് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കപ്പെട്ടേക്കാം, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അപ്പൊ പിന്നെ ശരിക്കും ഈ ഒരു ആയത്തിനില്ലേ, ഞാനൊരു ക്ലാസ്സിൽ ഒരു വിശദീകരണം കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് അള്ളാഹു നിങ്ങളെ സഹായിച്ചു ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചു എന്നാണെങ്കിലും ബി ബദരി എന്നാ പറഞ്ഞപ്പോ ബദർ കൊണ്ട് നിങ്ങളെ സഹായിച്ചു എന്നാണ് പിന്നെ അങ്ങനെയും അതിന് അർത്ഥം വെക്കാൻ പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബദർ കൊണ്ട് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബദർ യുദ്ധം എന്നുള്ളത് ഇസ്ലാമിനെ അള്ളാഹു തആല എന്താക്കിയതാണ്? ഒരു സഹായം അല്ലെ. എല്ലാ നിലക്കും ബദർ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അല്ലെ വലിയൊരു അതിശയമായിരുന്നു, ഒരു അത്ഭുതമായിരുന്നു അവിടെ സംഭവിച്ചത്. ലാ ഹൗല വലാ ഖുവത ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ സഹായിച്ചത്? അവിടെ എങ്ങനെയാ സഹായിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല? നിങ്ങൾ അത്രയും അല്ലെ വളരെ ദുർബലരായിരുന്നില്ലേ? കുറച്ചാളുകളല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എങ്ങനെയാ അള്ളാഹു തആല അവിടെ മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയത്? അടുത്ത ആഴ്ച എടുക്കണം വേണ്ട അല്ലെ? കുറെ ആയിപ്പോയില്ലേ? പഠിക്കുന്ന ആളുകൾക്ക് പറയുമ്പോ കുറച്ചധികമായി പോവും അല്ലെ. ഇത് മതി. ശരി. മൂന്നായിട്ട് ഇൻഷാ അല്ലാഹ്. ഇത് പറയുമ്പോ കുറെ പറയാനും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ എടുത്ത ആയത്തുകൾ നല്ലപോലെ പഠിക്കാം, മനസ്സിലാക്കാം.
ഇതിലെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഓരോ ആയത്തിന്റെ അവസാന ഭാഗത്ത് വന്ന അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അത് കാണാം. പിന്നെ തവക്കുല്, തഖ്വ, അല്ലെ, ക്ഷമ, പിന്നെ പിന്നെ അതിന്റെ ഇടയിൽ ചരിത്രത്തിലെ കണ്ടന്റ് ഉൾക്കൊള്ളിച്ചപ്പോ അവിടെ വന്ന അനുസരണം, പിന്നെ ധൈര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മള് ഇവിടെ എല്ലാം വേണ്ടത് എന്താണ്? എല്ലാ കാര്യത്തിലും നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് എന്താകണം? പൂർണ്ണമായിട്ടും അർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയണം. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഇല്ല, ഒരു പ്രയാസം ഇല്ല, ഒരു വിഷമമില്ല അല്ലെ? കാരണം എന്താ? ശരിക്കും അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തും പറഞ്ഞപ്പോ അസ്വാബ, യുസീബു, മുസീബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ ആ രീതിയിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതായത് അത് നമുക്ക് വരേണ്ടതാണ്. അത് ലക്ഷ്യത്തിലേക്ക് തന്നെ കറക്റ്റ് കൊള്ളുന്നതിനാന്ന് അങ്ങനെ പറയുന്നെന്ന് പറഞ്ഞപ്പോ ഒരുപാട് എന്തിലോ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെ? ശരിക്കും പിന്നെ ഇപ്പം ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചു നേരം സംസാരിക്കൂലേ? അതുപോലെ റിഫ്ലക്ഷൻസ് ഡേയിൽ ഉണ്ടാവില്ലേ? ഞാനിങ്ങനെ എന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കണം പലപ്പോഴും. ഇങ്ങനെ എന്തൊക്കെയോ പറയണോന്ന് ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കിടന്ന് ഉരുളുന്നുണ്ടാവും. പക്ഷെ ഒന്നും പുറത്തേക്ക് വരൂല. ഇങ്ങനെ ചിന്തയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു സ്റ്റക്കായ പോലെ ഉണ്ടാകാം പലപ്പോഴും. ക്ലാസ് കേൾക്കുമ്പോൾ എന്തൊക്കെയോ സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്തൊക്കെയോ ചിന്ത, ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാന്ന് പോലും എനിക്ക് ചിലപ്പോ പിന്നെ മനസ്സിലാകാത്തൊരവസ്ഥ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തായാലും നമുക്ക് ഒന്നും കൂടി അല്ലെ എല്ലാ കാര്യങ്ങളിലും ആഴത്തിൽ കൂടുതൽ ചിന്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് കൂടുതൽ അടുത്തറിയാനും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും എല്ലാം ഉള്ള ഒരു തൗഫീഖ്, ഒരു അവസരമാണ് അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ലേ, ഓരോരുത്തർ പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരും ഇങ്ങനെ ക്ലാസ് എല്ലാം കഴിയുമ്പോൾ. സുബ്ഹാന, അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്താ പറയാൻ കഴിയൂല, അങ്ങനത്തെ ഒരു വിഷയങ്ങളാണ് വരിക. പിന്നെ അത് മാത്രല്ല, ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അല്ലാഹു അക്ബർ അല്ലെ? നമ്മളുടെ പല ചോദ്യങ്ങൾക്കും നമ്മളെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങളായിട്ട് അള്ളാഹു ഇങ്ങനെ എത്തിച്ചു തരുന്നത് പോലെ ഓരോ ആയത്തുകളുടെ വിശദീകരണങ്ങളും. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭാഗങ്ങളിൽ പരാമർശിച്ച വിഷയങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട ഓരോ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അതിലെല്ലാം അവരെടുത്ത സമീപനങ്ങൾ, എല്ലാത്തിലും നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പാഠം ഉൾക്കൊള്ളാനും ഉണ്ട്. അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك